ബുധനാഴ്ചയാണ് ഡൽഹിയിലെ വോട്ടെടുപ്പ്. ഡൽഹിയിലെ പ്രചരണങ്ങളൊക്കെ സമാപിച്ചു കഴിഞ്ഞു. 70 അംഗ നിയമസഭയിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ 11 വർഷം ഡൽഹി ഭരിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നിലനിർത്താൻ പറ്റുമോ, അതോ കേന്ദ്രം ഭരിക്കുന്ന BJP ഡൽഹിയിലെ കൂടി ഭരണം പിടിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ ഇത്തവണ കോൺഗ്രസും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചെയ്ത് മത്സരിച്ച കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ അത് മുസ്ലിം വോട്ടുകൾ ഒരു ഭിന്നത ഉണ്ടാക്കും എന്നൊരു സൂചനയുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ അഴിമതിയാണ് BJP പ്രധാനമായ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അഴിമതി വിരുദ്ധ പാർട്ടിയായിട്ട് രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടി പൂർണ്ണമായിട്ടും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ലിക്കറിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും അവരുടെ പ്രമുഖ നേതാക്കളൊക്കെ, സിസോദിയാണെങ്കിലും എല്ലാവരും അഴിമതി കേസിൽ ജയിലിൽ കിടന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അഴിമതി വിരുദ്ധ പാർട്ടി എന്ന പ്രതിച്ഛായ മാറി അഴിമതിക്കാരുടെ പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് കാറുകൾ വേണ്ട, ബംഗ്ലാവുകൾ വേണ്ട എന്നൊക്കെയാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പാവപ്പെട്ടവരുടെ പാർട്ടിയാണെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കയ്യടി വാങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രതിച്ഛായ, തങ്ങളുടെ ഒരു സാധാരണക്കാരുടെ പാർട്ടി എന്നുള്ളൊരു പ്രതിച്ഛായ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചപ്പോഴും BJPക്ക് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആം ആദ്മി പാർട്ടി വരുന്നതിന് മുമ്പ് 3 തവണ ഭരിച്ച കോൺഗ്രസിനാവട്ടെ ആം ആദ്മി പാർട്ടിയുമായിട്ട് അതിശക്തമായ വിരോധമുണ്ടെങ്കിലും അല്ലെങ്കിൽ എതിർപ്പുണ്ടെങ്കിലും ഡൽഹിയിലെ കോൺഗ്രസിന്റെ ഘടകം ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കാനാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നേരത്തെയൊക്കെ നിർദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ച് മത്സരിച്ചത്. 4 സീറ്റിൽ AAPയും 3 സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിച്ചത്. പക്ഷേ 7 സീറ്റിലും അവർ BJPയോട് പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത്തവണ എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ മധ്യവർഗത്തെ സ്വാധീനിക്കാനുള്ള നിലപാടുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ സമീപനങ്ങളൊക്കെ തന്നെ, തീരുമാനങ്ങളൊക്കെ തന്നെ അവർ കഴിഞ്ഞ ബജറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആദായ നികുതി പരിധി ഉയർത്തിയതൊക്കെ മധ്യവർഗങ്ങളെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി തുടങ്ങിക്കൊണ്ടിരുന്ന ക്ഷേമ പദ്ധതികളൊന്നും നിലനിർത്തില്ല എന്ന് BJP പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെയുള്ള ക്ഷേമകരമായ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളൊന്നും തന്നെ നിർത്തില്ല. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി നൽകിയ തെറ്റായ വാഗ്ദാനങ്ങൾ അത് തുറന്നു കാണിക്കാനും BJP ശ്രമിക്കുന്നുണ്ട്. AAPയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ഇപ്പോ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് BJPക്ക് ഇത്തവണ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ BJPക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് പല മാധ്യമങ്ങളും അവരുടെ വാർത്തകളിലൂടെ സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായാലും BJPയെ സഹായിക്കാൻ വേണ്ടി ഇത്തവണ RSSും കാര്യമായ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതേപോലെ തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും RSSന്റെ സംഘടനാ ശക്തി BJPക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇത്തവണ ഡൽഹിയിലും RSS വളരെ സജീവമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 50,000-ഓളം ഗൃഹയോഗങ്ങളാണ് RSS നടത്തിയിരുന്നത്. അതായത് 7 സോണുകളായിട്ടാണ് ഡൽഹിയിൽ RSS 130 സിറ്റികളിലാണ്, ചെറിയ ചെറിയ സിറ്റികളിലാണ് RSS കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ സിറ്റികൾ കേന്ദ്രീകരിച്ച് സ്കൂൾ, അതുപോലെ തന്നെ കോളേജുകൾ, സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, വീടുകൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ച് 50,000-ഓളം യോഗങ്ങളാണ്, ലക്ഷക്കണക്കിന് പേരെയാണ് അവർ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. സജീവമായിട്ട് RSSന്റെ കൂടി പിന്തുണയോടുകൂടി ഇത്തവണ ഡൽഹി പിടിച്ചെടുക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഫെബ്രുവരി 5 തെരഞ്ഞെടുപ്പ് അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്.